ശ്രീ റംഷാദ്, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ED ആക്രമിച്ച സംഭവത്തിലെ പ്രതികളെ ഞങ്ങളാണ് പിടികൂടിയത്. രമേശ് ചെന്നിത്തലയുടെ പോലീസാണ് പിടികൂടിയത്. ഞങ്ങൾ അവരെ പിടികൂടുന്നതിൽ ഒരു അമാന്തവും കാണിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, രാവിലെ 6 മണിയോടുകൂടി പിണറായിയുടെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് ED സംഘം എത്തുന്നു. ED സംഘത്തിനോടൊപ്പം സെൻട്രൽ ഫോഴ്സിലെ ചില ഉദ്യോഗസ്ഥരുമുണ്ട്. അവിടെ ഈ പറയുന്ന കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആളുകൾ കൂടുന്നു. അതിൽ CITUവിൻ്റെ ഒരു നേതാവിൻ്റെ ടെലിഫോൺ സംഭാഷണം നമ്മൾ കണ്ടതാണ്. എന്താ പറയുന്നത്? നിങ്ങളുടെ യൂണിഫോമിൽ, അതായത് നിങ്ങളുടെ CITUവിൻ്റെ യൂണിഫോമിൽ എല്ലാവരും എത്രയും വേഗം നമ്മുടെ പിണറായി സഖാവിന് വീടിൻ്റെ മുന്നിലേക്ക് എത്തുക. ഇത് പുറത്തു വന്ന ഒരു ഓഡിയോ സന്ദേശമാണ്. അപ്പോൾ DYFIയുടെയും SFIയുടെയും മറ്റ് സംഘടനകളുടെയും പേരിൽ എത്രയോ ഓഡിയോ സന്ദേശം വന്നിരിക്കാം. എൻ്റെ ചോദ്യം, അവിടെ 10 മണിയോടുകൂടി തന്നെ ആളുകൾ കൂടുകയാണ്. അതിനുശേഷം MB ഗോവിന്ദൻ അടക്കം AR റഹീം അടക്കമുള്ള ആളുകളുടെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടക്കുന്നു. ഈ പ്രസംഗങ്ങൾക്കൊടുവിലാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണം നടക്കുമെന്നറിഞ്ഞിട്ട് എന്തുകൊണ്ട് അവിടുത്തെ ക്രിമിനൽ സംഘത്തെ മാറ്റാൻ പോലീസിന് കഴിഞ്ഞില്ല? ഈ പ്രശാന്തിനെ പോലെ ഒരു CPM ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കണ്ണടച്ചു കൊണ്ടല്ലേ ഇത്തരം ആക്രമണം ഉണ്ടായത്? ഇത് മാത്രവുമല്ല, ഇത്രത്തോളം അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തിനിടയിലേക്ക് എന്തിനാണ് ആ ഉദ്യോഗസ്ഥരെ ഇറക്കിവിട്ടത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹം മനസ്സിലാക്കുന്നത്, അന്ന് പോലീസിന് വീഴ്ചയുണ്ടായി. അതിനുശേഷം കേന്ദ്രം ഇടപെടുന്നു, രാഷ്ട്രപതി ചോദിക്കുന്നു, റിപ്പോർട്ട് തേടുന്നു, ഗവർണർ റിപ്പോർട്ട് തേടുന്നു. അങ്ങനെ ഒടുവിൽ പോലീസിനെ ഈ പ്രതികളെ പിടിക്കേണ്ടി വന്നതല്ലേ ഗതികേട് കൊണ്ട്? ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ED പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോടോ ആഭ്യന്തരമന്ത്രിയോടോ യാതൊരു വിധത്തിലുള്ള സഹായമോ ആവശ്യമോ ഉന്നയിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. എന്നിട്ടും അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വരുന്നു. അവിടെ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടാവുന്നു. വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് രമേശ് ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പും മുതിർന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ നിമിഷം സംസാരിക്കുന്ന സമയത്ത് അന്ന് അവിടെ സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിച്ച IP ബിനു അടക്കമുള്ള CPM നേതാക്കളെ 65 ദിവസകാലം ജയിലിൽ അടച്ചത് ഈ ആഭ്യന്തര വകുപ്പല്ലേ സാർ? അതും വിസ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല, അത് ചെയ്യാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം. ചോദ്യം, നിങ്ങൾ പറഞ്ഞു ആഭ്യന്തര വകുപ്പാണ് ഇത് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ പോലീസാണെന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ, പാളയം ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിന് മുമ്പിൽ ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും DYSPയും പോയി കാത്തുനിന്നും, നിങ്ങൾ ആനാവൂർ നാഗപ്പനോടും കടകംപള്ളി സുരേന്ദ്രനോടും പോയി അപേക്ഷിച്ചു നിന്നു, നിങ്ങൾ ഞങ്ങളുടെ പ്രതികളെ തരണം, ഇന്ന ആൾക്കാരാണ്, ഞങ്ങളിതാ പേരെഴുതി തരുന്നു. ആ പേരെഴുതി കൊടുത്ത പ്രതികളെ വരിവരിയായി ഇറക്കിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോഴൊക്കെ സല്യൂട്ട് അടിച്ചാണ് കേരളത്തിന്റെ പോലീസ് നിന്നത്. 62 ദിവസത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണം നിങ്ങൾ ഉന്നയിച്ചതുപോലെ തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. IP ബിനു, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ, CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് അല്ല, ഞാൻ പറയട്ടെ അവരുടെ CPM കാരായി രാജൻ ഉൾപ്പെടെ ധാരാളം ക്രിമിനൽസിനെ നേതൃരംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരാളാണല്ലോ IP ബിനു. ഇങ്ങനെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിലും ജയിലിൽ അടക്കുന്നതിനും അവർക്കെതിരെ കൃത്യമായ വകുപ്പ് ചുമത്തുന്നതിലും എന്ത് വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്? ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും വീഴ്ച തുറന്നു കാണിക്കാൻ BJPക്ക് സാധിക്കുമോ? ഇല്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഒരേപോലെ BJPയുടെയും CPMന്റെയും പ്രതിനിധികൾ ആഭ്യന്തര വകുപ്പിനെതിരെ തിരിയുമ്പോൾ ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 90 ദിവസം മാത്രം പ്രായമുള്ള ഈ ആഭ്യന്തര വകുപ്പ് എന്തുമാത്രം നിങ്ങളെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ അസ്വസ്ഥയാണ് നിങ്ങൾ രണ്ടുപേരും പ്രകടിപ്പിക്കുന്നത്. പിന്നെ ഞാൻ പറയട്ടെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളൊക്കെ തെരുവില. ഞാൻ പറയട്ടെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളൊക്കെ തെരുവില. പിണറായി വിജയനെതിരെ സമരം
സമരം ചെയ്തും ഈ LDF ഗവൺമെന്റിനെതിരെ സമരം ചെയ്തും ഞങ്ങളൊക്കെ തെരുവില. ഞങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഫേവറിസം ഇവർക്ക് കൊടുക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ, ദിവസത്തിനിടയിലാണല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ, പറഞ്ഞു പോകല്ലേ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് തെരുവിലിറങ്ങിയത് ആരാണ് എന്നൊക്കെ ജനങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണല്ലോ UDF ചോദ്യം ഇവിടെ വരുന്നത്. ഞാൻ അങ്ങ് പറയാൻ അവസരം തരാം. ചോദ്യം ഇവിടെ വരുന്നത്, താങ്കൾ പറഞ്ഞു ചെന്നിത്തലയുടെ പോലീസാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്പോൾ ഭരണം മാറി, പിണറായിക്ക് പോലീസില്ല, അല്ലെങ്കിൽ BJPക്ക് പോലീസില്ല, ഈ പോലീസ് തന്നെ ആയിരിക്കും പിടിക്കേണ്ടത്. അത് സ്വാഭാവിക നടപടിക്രമം. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു മോബ് ഉണ്ടാവുമെന്ന് ഏകദേശം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിട്ടും അത് തടയാൻ, ആ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് തടയാൻ മുൻകരുതലിൻ്റെ ഭാഗമായി IPBിനു അടക്കമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ആ പ്രദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാമായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? പ്രശാന്തിനെ പോലെ ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ വാക്ക് മാത്രം എന്തുകൊണ്ട് പോലീസ് വിശ്വസിച്ചു? അല്ല, നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് റെയ്ഡുമായിട്ട് ED ചെല്ലുന്ന സമയത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ അവരുടെ എല്ലാ നേതാക്കളും, മുൻ മന്ത്രിമാരും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അവിടെ സംഘടിക്കുന്ന സാഹചര്യമാണല്ലോ ഉണ്ടായത്. അതല്ലാതെ കേവലം CITUകാരോ ഏതെങ്കിലും കുറച്ച് പ്രവർത്തകരോ മാത്രമല്ല, അവരുടെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും അവിടെ വിന്യസിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്നിട്ടും നിങ്ങൾ പരിശോധിക്കൂ, എന്നിട്ടും എന്തുമാത്രം ക്രിയാത്മകമായിട്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടത് കൊണ്ടല്ലേ ആ പോലീസ് സേന അവിടെ സംഘടിച്ചു, മറ്റ് അനിഷ്ട സംഭവത്തിലേക്ക് പോവാതെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചത്. നിങ്ങൾ എന്താണ് സാർ അത് വിസ്മരിക്കുന്നത്? അതിന്റെ അനന്തരഫലമായിട്ടല്ലേ ഇവരെല്ലാം ജയിലിൽ കിടക്കേണ്ടി വന്നതും നിയമപരമായ സംശയം എന്താണ്? ഒരു അനിഷ്ട സംഭവത്തിലേക്ക് പോകും. ഇതിനേക്കാൾ വലിയ അനിഷ്ട സംഭവം എന്താണ് ഉണ്ടാകാനുള്ളത്? EDയുടെ വാഹനത്തെ കല്ലും കട്ടയും ഉപയോഗിച്ച് ആക്രമിക്കുന്നു, അതിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്നു, 2 കാറിനെ അടിച്ചു നശിപ്പിക്കുന്നു. ഇതാണല്ലോ അനിഷ്ട സംഭവം. ഞാനൊരു കാര്യം പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെയോ UDFനെയോ സംബന്ധിച്ചിടത്തോളം, പോലീസിലെ ഏതെങ്കിലും പുഴുക്കുത്തുകളെ 10 വർഷക്കാലം പിണറായിയുടെ തണലിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ച പ്രശാന്ത് ഉൾപ്പെടെയുള്ള പോലീസുകാരെ ന്യായീകരിക്കാനുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഭരണം മാറിയതിൻ്റെ എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ, ഞാൻ പറയുന്നത് രാഷ്ട്രീയ ബോധം 10 വർഷക്കാലം അധികാരമില്ലാത്തപ്പോഴും ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്രയോ കോൺഗ്രസ് നേതാക്കളില്ലേ, സംഘടനകളില്ലേ. പക്ഷേ രാഷ്ട്രീയ വിരോധം വെച്ച് കോൺഗ്രസ് പറയൂ, ഈ 10 വർഷം കൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശ്രീ സതീഷ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞുതരാം. പിണറായി ഭരണം, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്നത്തെ പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന അജിത്ത്, കേരള പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന അജിത്തിനെ ആര്യൻകാവിലേക്ക്, അതായത് കേരളത്തിന്റെ ഏറ്റവും അവസാനമുള്ള ആര്യൻകാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നിയമ പോരാട്ടം നടത്തി. 10 വർഷം കഴിഞ്ഞ ശേഷമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെ എത്തുന്നത്. അപ്പോ ഈ വൈരനിര്യാതന ബുദ്ധിയോടെ പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ അത്തരത്തിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിയില്ല. ഞാൻ ചോദിക്കുന്നത്, ശ്രീ റംഷാദ് പറയുന്നത് എനിക്ക് മനസ്സിലായി, കൊണ്ടുപോയി ജയിലിലിട്ടില്ല ഇവര് രാഷ്ട്രീയ വിരോധം വെച്ചിട്ട്. അതൊരു വനിതയുടെ അല്ല, നിങ്ങള് രാഷ്ട്രീയ വിരോധം രാഹുൽ രണ്ട് തെരഞ്ഞെടുപ്പാണെന്നേ. അല്ല റംഷാദെ, ഞാൻ അവസാനിക്കാൻ സമയം എനിക്ക് മനസ്സിലാവുന്നത് താങ്കൾ പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് താങ്കളുടെ പാർട്ടിയിലെ ഒരു മന്ത്രിക്ക് മനസ്സിലാകാത്തത്? കെ മുരളീധരൻ ഇപ്പോഴും പറയുന്നു ഈ പുഴുക്കുത്തുകളാണ് പോലീസ് ഭരിക്കുന്നത്, ഞങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ സെല്ലിലിട്ട് ആക്രമിച്ചവരാണ് ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ 3 മാസം കഴിഞ്ഞിട്ടും ചെന്നിത്തലയിൽ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം. കെ മുരളീധരന്റെ പ്രസ്താവനയെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ദയവ് ചെയ്ത് വളച്ചൊടിക്കരുത്. അദ്ദേഹം എന്താ സൂചിപ്പിച്ചത്? ഈ പ്രശാന്ത് പോലെയുള്ള ഇടതുപക്ഷ സംഘടനയിൽ നിൽക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പിണറായിയുടെയും IPBിന്റെയും ഒക്കെ തണലിൽ ജീവിച്ച ചില പോലീസുകാർ എന്താ തർക്കമുള്ള എന്തായാലും സംഘടിപ്പിച്ച് സമയം അതിക്രമിച്ചിരിക്കുന്നു.